ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്പം രാഹുൽ പേടി ഉണ്ടോ എന്ന് സംശയം. ഇന്നലെ നമ്മുടെ നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു പേര് പോലും കേരള നിയമസഭയിൽ ഉച്ചരിക്കപ്പെടരുതെന്നാണ് അദ്ദേഹത്തിന്റെ കല്ലേ പിളർക്കുന്ന കൽപ്പനയെന്ന് ഇതൊക്കെ കണ്ടപ്പം മനസ്സിലായി. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തോട്ട് വെടിവെക്ക് വന്ന് ഒരു സംഘപരിവാരംകാരൻ, പഴയ ABVP സംസ്ഥാന പ്രസിഡന്റാ, അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ അങ്ങനെ ഒരു ഭീഷണി മുഴക്കി. അതേക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നലെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അത് സംബന്ധിച്ചൊരു നോട്ടീസ് പരിഗണിക്കാൻ പോലും തയ്യാറാകാതെ സ്പീക്കർ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. വധഭീഷണി മുഴക്കിയത് സംഘപരിവാരക്കാരനാ, അത് രാഹുൽ ഗാന്ധിക്കെതിരെയാ. എന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാ രാഹുൽ ഗാന്ധി. ഇതൊക്കെ ആയിട്ടും അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ നമ്മുടെ സ്പീക്കർ അവസരം കൊടുത്തില്ല. റൂൾ 50 അനുസരിച്ചുള്ള അടിയന്തര പ്രമേയം സഭയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴേ 3 തരത്തിലാണത് കൈകാര്യം ചെയ്യുക. ഈ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് അടിയന്തര പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ സഭ നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന പ്രമേയമാണ്. 3 തരത്തിലെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, ഈ പ്രമേയത്തിന്റെ നോട്ടീസ് പരിഗണിക്കും, അത് സഭയിൽ വായിക്കും. അതിനുശേഷം ഭരണപക്ഷത്തിന് പറയാനുള്ളതും പ്രതിപക്ഷത്തിന് പറയാനുള്ളതും അവിടെ ഉന്നയിക്കാം, സംസാരിക്കാം, പ്രസംഗിക്കാം. അതിനുശേഷം ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാവുകയാണെങ്കിൽ അത് ചർച്ചയ്ക്കെടുക്കും, അല്ലെങ്കിലോ ആ പ്രമേയം തള്ളും. സാധാരണഗതിയിൽ 2 ഭാഗത്തുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് മുഖ്യമന്ത്രി സഭാ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീക്കർ അതിന് അവതരണാനുമതി നിഷേധിക്കുകയാണ് പതിവ്. അപ്പൊ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് വാക്കൗട്ട് നടത്താം, വേറെ സഭ ബഹിഷ്കരിക്കാം, ബഹളം വയ്ക്കാം. അതൊക്കെ രണ്ടാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രമേയത്തിന് നോട്ടീസ് വരുന്നു, അത് സഭയെ സ്പീക്കർ അറിയിക്കുന്നു. അപ്പോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സഭാനാഥൻ പറയുന്നു, ഞങ്ങളിത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കും. സാധാരണഗതിയിൽ കേരള നിയമസഭയിലെ അത് 12 മണിയാണ്. 12 മണിക്ക് ആ പ്രമേയം അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഈ പ്രമേയത്തിന്റെ നോട്ടീസ് പോലും പരിഗണിക്കാതെ, അതിനുള്ള പ്രാധാന്യം പോലും ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് ഇല്ല എന്ന് വിധി കൽപ്പിച്ചുകൊണ്ട് സ്പീക്കർ മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷത്തിന്റെയോ ഒന്നും അഭിപ്രായം ചോദിക്കാതെ അതങ്ങ് തള്ളിക്കളയും. ഇന്നലെ അതാ സംഭവിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ജീവൻ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിന്മേലെ ഇന്നലെ നിയമസഭയിൽ സംഭവിച്ചത് ഇതാണ്. പ്രമേയത്തിന്റെ നോട്ടീസ് പോലും പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞു. ഈ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് പരിഗണിക്കുന്നതിനുള്ള പ്രാധാന്യം പോലും ഈ വിഷയത്തിനില്ല എന്നാണ് നമ്മുടെ സ്പീക്കർ ശ്രീ ഷംസീർ വിധി പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണിക്ക്, അല്ലെങ്കിൽ ആ കൊലവിളിക്ക് ആ ഒരു പ്രാധാന്യമേ സ്പീക്കർ കൽപ്പിച്ചുള്ളൂ. പക്ഷെ ഇതിൽ അന്തർഭവിച്ചിട്ടുള്ള ചില പ്രധാന പ്രശ്നങ്ങൾ സ്പീക്കറോ അല്ലെങ്കിൽ ഈ പ്രമേയത്തിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയോ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞല്ലോ, ഈ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ഈ വധഭീഷണി. അത് ഉന്നയിച്ചതാരാ? സംഘപരിവാരത്തിലെ അത്ര മോശമല്ലാത്ത ഒരു നേതാവാ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. പക്ഷെ അദ്ദേഹം ABVP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, BJPയുടെ അധ്യാപക സെല്ലിന്റെ കൺവീനറാ, എറണാകുളം മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാ. അങ്ങനെ ചില പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരിക്കുന്ന ആളാ. അദ്ദേഹം ഒരു അധ്യാപകനാണെന്നുള്ളത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ്. പഠിപ്പിക്കൽ മാത്രമല്ലോ, വിഷയം പഠിപ്പിക്കൽ മാത്രമല്ലല്ലോ, ഒരു വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഒരു അധ്യാപകൻ വഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അധ്യാപകനാണ് ഈ പറഞ്ഞത് എന്ന് ഓർക്കണം. ഇനിയാണ് ഒരു അധ്യാപകൻ ഒരാളെ കൊന്നുകളയണം, അല്ലെ കൊന്നുകളയും, വെടിവെക്കും, ഇങ്ങനെ കൊലവിളി നടത്തുന്ന ഒരാള് അധ്യാപകനായാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ അധ്യാപകരെ കുറിച്ചുള്ള ഈ സങ്കല്പങ്ങൾക്കൊക്കെ എത്ര പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിപ്പോ RSSന്റെ ചരിത്രം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. വളരെ അത്യാവശ്യമാണല്ലോ RSS എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ചരിത്രം പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും അതിനെ ഒരുക്കം കൂട്ടുകയാണ്. കേരളത്തിൽ എന്തുവാ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തി ദിന സന്ദേശം മുഴുവൻ കുട്ടികളും വായിക്കണമെന്ന് നിർബന്ധം പിടിക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. 21 ലക്ഷം കോപ്പി അടിക്കുന്നതെന്ന
പത്രക്കാർ പറയുന്നത്. 21 ലക്ഷം കോപ്പി. എന്നിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എത്തിക്കും. അങ്ങനെ എല്ലാ വീടുകളിലും എത്തണം. അപ്പം മുഖ്യമന്ത്രിയുടെ സന്ദേശം, ഗാന്ധി ജയന്തി സന്ദേശം എന്ന് പറയുന്നത് വെറുതെയാ. മുഖ്യമന്ത്രിയുടെ സന്ദേശം എല്ലാം വീടുകളിലും എത്തണം. എന്ത് ചെയ്യാം? ചില ആളുകൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ സ്കൂളുകൾ വഴി LDFന്റെ പ്രകടന പത്രിക വിതരണം ചെയ്യുമോ എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണണം. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ അധ്യാപകൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. അത്തരത്തില് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസാരക്കാരനല്ലാത്ത ഒരു വ്യക്തി സകലമാന ജനത്തിന്റെയും മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഞങ്ങളൊക്കെ തട്ടിക്കളയും എന്ന് പറയുന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ബഹുമാനപ്പെട്ട സ്പീക്കർ സാബ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളം പോലൊരു സംസ്ഥാനത്ത്, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടുത്തെ പ്രതിപക്ഷം ഇതുപോലൊരു ആവശ്യം കൊണ്ടുവന്നാൽ ഇതുപോലെ തള്ളിക്കളയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് കേരളമാ. LDF ഭരിക്കുന്ന, പിണറായി വിജയൻ ഭരിക്കുന്ന, ഇന്ത്യ സഖ്യത്തിലെ ഒരു ഘടക കക്ഷിയായ CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ രാഹുൽ ഗാന്ധിയെ കൊല്ലും എന്നൊരാൾ പറഞ്ഞാൽ അത് ചർച്ച ചെയ്യണ്ടേ? അവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമോടെ ഉന്നയിക്കണ്ടേ? നടപടികൾ വേണമെന്ന് പറയാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലേ? അത്രയ്ക്ക് നിസ്സാരക്കാരനാണോ രാഹുൽ ഗാന്ധി? പ്രതിപക്ഷ നേതാവാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവാ. അതെന്തുകൊണ്ടാ? അപകട ഭീഷണി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് ഇന്നത്തെ സർക്കാരിനെതിരായിട്ട് വലിയ കാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാ. അപകടം ഏതാണ്ട് സഹയാത്രികനെ പോലെ കൂടെയുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് മാത്രമാണോ? നമ്മുടെ രാജ്യം വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവാ. വളരെ പ്രതീക്ഷയോടെ. നമ്മുടെ ജനാധിപത്യം, ഭരണഘടന, മതനിരപേക്ഷത ഇതൊക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നവരെ കമ്മ്യൂണിസ്റ്റുകാർ അടക്കം ഇന്ന് പ്രതീക്ഷയോടെ കാണുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയാണ്. കോൺഗ്രസ്സുകാർ അതിലേറ്റ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ സ്നേഹിക്കാൻ, വൈകാരികതയോടെ സ്നേഹിക്കാൻ പറ്റിയ നേതാക്കളൊന്നും ഇന്നില്ല എന്നറിയാം. പണ്ട് AKGയും EMS ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഇന്നില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ കോൺഗ്രസ്സുകാരടക്കം വലിയൊരു വിഭാഗം പറഞ്ഞല്ലോ വളരെയേറെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാ. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര, അതിനുശേഷമുള്ള ചില പര്യടന പരിപാടികൾ, അതൊക്കെ കണ്ടാൽ മതി. യൂട്യൂബിൽ കിടപ്പുണ്ടതിന്റെ ദൃശ്യങ്ങള്. എങ്ങനെയാണ് ഇന്ത്യ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അദ്ദേഹത്തെ കൊല്ലുമെന്ന ഒടുരുത്തം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാധാന്യം. സ്പീക്കർ സാബ്, മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? അതിന്റെ 1-ാം പേജ് ശ്രദ്ധിച്ചോ? ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടിക അവര് പ്രസിദ്ധീകരിച്ചിരിക്കുകയല്ല, തയ്യാറാക്കിയിരിക്കുക. നേരത്തെ അതിന്റെ കരട് ഉണ്ടാക്കിയപ്പോ 65 ലക്ഷം പേരെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയത്. 65 ലക്ഷം പേര്, വോട്ടവകാശം ഉള്ളവരടക്കമുള്ള 65 ലക്ഷം പേര് ഒഴിവാക്കപ്പെടേണ്ടവരുണ്ട്. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അന്ന് വെട്ടിക്കളഞ്ഞ 60 ലക്ഷം വോട്ടർമാരെയാ. ഇന്നിപ്പോ പുതിയ പട്ടിക വരുമ്പോ ഒഴിവാകുന്നത് വെറും 47 ലക്ഷം വോട്ടർമാരാണ് എന്ന് മറക്കരുത്. കരട് പട്ടികയിൽ നിന്ന് 10-18 ലക്ഷം ആളുകൾക്ക് ഈ വോട്ടർ പട്ടികയിൽ പുനർജന്മം കിട്ടിയിരിക്കുക. എങ്ങനെ സംഭവിച്ചതാ? വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരായിട്ട് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ കാമ്പയിൻ, ഈ ബീഹാർ സംസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ വോട്ടധികാർ യാത്ര, അതിന്റെ ഫലമായിട്ടാണ് കുറെയെങ്കിലും കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തയ്യാറാവുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാ, വേറെ ആരുടേതുമല്ല. ഇപ്പൊ GSTയിൽ വരുത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ച് എല്ലാവരും വലിയ അവകാശവാദങ്ങൾ പറയുന്നുണ്ട്, മേനി നടിക്കുന്നുണ്ട്, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാജ്യം ഉന്നയിച്ചതാരാ? പാർലമെന്റിലും പുറത്തും. GST ഒരു കൊള്ളയാണെന്ന് പറഞ്ഞതാരാ? ഇതിൽ പരിഷ്കരണം വരുത്തണമെന്ന് പറഞ്ഞതാരാ? രാഹുൽ ഗാന്ധിയാ, പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ നമ്മുടെ സെൻസസ് നടക്കാൻ പോവാ, ജാതി സെൻസസാ. ഇത് വേണമെന്ന് ആദ്യം പറഞ്ഞാരാ? കോൺഗ്രസ്സാ, രാഹുൽ ഗാന്ധിയാ. എന്തുകൊണ്ടാ? അതായത് ഇന്ത്യയിലെ പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്, പിന്നാക്കക്കാര്, ദുർബല വിഭാഗത്തിൽപ്പെടുന്നവര്, അവരുടെയൊക്കെ ഡേറ്റാസ് നമുക്ക് വേണം. അത് ഈ സെൻസസിലൂടെ ലഭിക്കൂ. എങ്കിൽ മാത്രമേ അവരുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള, അവരുടെ വികാസം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റൂ. അത് പറഞ്ഞപ്പോ രാഹുലിനെ എല്ലാവരും ജാതിവാദി എന്ന് പരിഹസിച്ചു. ഇപ്പൊ മോദി സർക്കാർ അത് സമ്മതിച്ചിരിക്കുക, കൊണ്ടുവരിക. നടക്കാൻ പോകുന്ന സെൻസസ് ജാതി സെൻസസാ. ആരായിരുന്നു ഇതിന്റെ പിന്നില്? ഇങ്ങനെ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയില് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ചുമ്മാതെ കൊന്നുകളയുന്ന ഒരാള് കൊലവിളി നടത്തുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യണം നമ്മുടെ നിയമസഭ
എന്ന് പറയുന്നത് തള്ളിക്കളയുക. എന്താണ് ഇതിന്റെ അർത്ഥം? മനസ്സിലാവുന്നില്ല. ഇതിന്റെ കുഴപ്പം എവിടെ കിടക്കുന്ന അറിയോ? ഈ CPM-കാർ ഇപ്പോഴും EMS കാലത്ത് കിടക്കുക. EMS യുഗത്തിലാണ് ഇപ്പോഴും അവർ അഭിരമിക്കുന്നത്. കേരള കമ്മ്യൂണിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും പ്രധാന ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ തറ പറ്റിക്കണം, തോൽപ്പിക്കണം, അതാണ് അവരുടെ വിചാരം. അതിനപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയം, ഒരു അജണ്ട അവർക്കില്ല. അതേസമയം BJP നമ്മുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും എല്ലാം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിൽ എതിർക്കപ്പെടേണ്ടതായിട്ടൊന്നും CPM കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രധാന എതിരാളിയായിട്ട് കോൺഗ്രസിനെ കാണുക. അപ്പൊ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജീവന് വേണ്ടി ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ നിയമസഭ ചർച്ച ചെയ്യുന്നത് ശരിയാവുകയില്ല എന്നൊരു തോന്നല. അത് അരുത് എന്ന വിചാരമാണ്, വിശ്വാസമാണ്. അതാണ് ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ അടിത്തട്ടിലുള്ളത്. പിന്നെ പിണറായി രാഹുലിനെ ഭയപ്പെടുന്നതിലും വലിയ അത്ഭുതമൊന്നുമില്ല. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മെയ് മാസത്തിലൊക്കെ ആയിരിക്കും, ഏപ്രിലോ മെയ്യിലോ. അപ്പോൾ പിണറായിയുടെ മൂന്നാമത്തെ തുടർഭരണമെന്ന അത്യാഗ്രഹത്തിന് എതിരായി നിൽക്കുന്ന UDF, അതിനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസാ, അങ്ങേര് നയിക്കുന്ന പാർട്ടിയാ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി നിയമസഭ സംസാരിക്കാൻ പറ്റുമോ? ശബ്ദമുയർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലും എന്ന് പറയുന്നവനെതിരെ ഞങ്ങൾ ഫലപ്രദമായ നടപടികൾ എടുക്കാൻ പറ്റുമോ? ഇതല്ലേ ഇന്നലെ നമ്മൾ നിയമസഭയിൽ കണ്ടത്? ഈ രാഷ്ട്രീയമല്ലേ ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് കേരള നിയമസഭയിൽ? കേരളത്തിന്റെ ചിന്തകളിൽ പോലും രാഹുൽ ഗാന്ധി എന്ന നാമം കടന്നു വരരുത് എന്ന സൂക്ഷ്മമായ നിർബന്ധ ബുദ്ധിയായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ. പ്രിയപ്പെട്ട സ്പീക്കർ സാർ, അങ്ങനെ വളരെയധികം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു സംശയം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ളൊരു വധഭീഷണി അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായിട്ട് വരുമ്പോൾ അത് പരിഗണിക്കാൻ പോലും പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് അങ്ങ് എങ്ങനെയാണ് തീരുമാനിച്ചത്? ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ്? ഈ വിഷയത്തിന്റെ തീവ്രത അളക്കുന്ന ഏത് മാനദണ്ഡമാണ് സ്പീക്കർ ഉപയോഗിച്ചത്? ഒരു സ്പീക്കർക്ക് ഇന്ത്യ പോലും ജനാധിപത്യ രാജ്യത്ത് 2 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, സർക്കാരിന്റെ ബിസിനസ് നടത്തി കൊടുക്കുക. അത് എത്ര ബഹളം വന്നാലും സംഭവ വികാസങ്ങൾ ഉണ്ടായാലും നടത്തിക്കൊടുക്കുക, അത് അങ്ങയുടെ ചുമതലയാണ്. രണ്ടാമത്, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അത് അങ്ങയിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ്, അങ്ങ് ചെയ്യേണ്ടതാ. പക്ഷേ അങ്ങൊരു കാര്യം ഓർക്കണം, ഇനി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അങ്ങ് തയ്യാറാവുന്നില്ലെങ്കിൽ, അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ അവഗണിക്കാതിരിക്കാനെങ്കിലും അങ്ങ് ശ്രമിക്കണം. ഇന്നലെ അത് ഉണ്ടായോ? സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഉയർന്ന ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഭരണകക്ഷിയുടെ മെയ്ക്കാട്ട് പണിക്കാരനാകാനുള്ള ആളല്ല, അത്തരത്തിലുള്ളൊരു പദവിയല്ല. നമുക്ക് രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയമായ അഫിലിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങയുടെ മുൻഗാമികളിൽ പലരും എന്ന് ഞാൻ അടിവരയിട്ടാ പറയുന്നത്. ചിലരെ കുറിച്ച് അത് പറയാൻ പറ്റത്തില്ല, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. പക്ഷെ മിക്കവരും, ഒരു പത്രലേഖകൻ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടുള്ള സ്പീക്കർമാരിൽ മിക്കവരും ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 കടമകൾ നിർവഹിച്ചു പോകുന്ന ആളാ. അങ്ങ് അതിൽ നിന്ന് മാറരുത്. സ്പീക്കർ നീതി പാലിക്കണമെന്ന് എഴുതിയ ഒരു ബാനർ ഇന്നലെ പ്രതിപക്ഷം അവിടെ ഉയർത്തി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിയമസഭയിൽ അത് ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിയമസഭയുടെ പരിപാലനയ്ക്ക് വളരെ അധികം വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ഉണ്ടാവാറുണ്ട് ആര് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും. അപ്പോൾ അങ്ങ് ഒരു പ്രതികരണം നടത്തിയത് കേട്ടു. ഈ ബാനർ കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കുമെന്ന്. പരിഹസിച്ചതാവാം, പ്രകോപിപ്പിച്ചതാവാം, അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട സ്പീക്കർ നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു ബാനർ ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമൊന്നുമല്ല, ഒട്ടുമേ അല്ല, ശകലം പോലും അല്ല. അങ്ങയിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു നടപടിയാണ് അത്. അങ്ങേക്കറിയാമല്ലോ, ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത് ഏത് മുഖ്യമന്ത്രിയുടെയും മറ്റും അഭിപ്രായം കേട്ട ശേഷം ഇതങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാണ് ഈ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത്. പക്ഷെ അതിനുശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ അവര് പറയുന്നൊരു വാചകമുണ്ട്. അതെന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. അതായത് സ്പീക്കർ ഈ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു എന്നവർ പറയില്ല. സ്പീക്കറെ ഒരു ചിത്രത്തിൽ പോലും കൊണ്ടുവരില്ല.
പകരം ഏതൊരു പ്രതിപക്ഷവും പറയുന്നത്, അത് UDF ആണെങ്കിലും നാളെ LDF ആണെങ്കിലും, അവർ പറയുക ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് നടത്തുന്നു എന്നാണ്. അതാണ് നിയമസഭയിലെ സ്പീക്കറുടെ പദവി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും വലിയ അഭിമാനകരമായ ഒന്നായിട്ട് അങ്ങ് ദയവ് ചെയ്ത് എടുക്കരുത്. അങ്ങ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെ വന്ന് പറയണോ എന്നൊരു ചോദ്യം ചോദിച്ചു. സ്പീക്കർ സാർ, വലിയ പഴക്കമില്ലാത്ത ചരിത്രം ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുക, ഒരു കഥ ചൊല്ലട്ടെ. അതായത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ ആയിരിക്കുന്ന ഒരു സമയത്ത് മാതൃഭൂമി ചാനലിൽ ഒരു ടെലിവിഷൻ ചർച്ച നടക്കുന്നു. ഞാനതിലൊരു പാനലിസ്റ്റാണ്. CPM-നെ പ്രതിനിധീകരിച്ചു വന്നിരുന്നത് രാജു അബ്രഹാം, ഇന്നത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി. അന്ന് ആ ചർച്ച അവതരിപ്പിച്ച വേണു ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് സ്പീക്കറെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാനും ചിലതൊക്കെ പറഞ്ഞു. അന്നത്തെ ഒരു സാഹചര്യമായിരുന്നു. അന്ന് നിയമസഭയിൽ നടന്നതുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ ഉണ്ടായത്. അന്ന് വേണു ബാലകൃഷ്ണനെതിരായിട്ട് സ്പീക്കർ അവകാശ ലംഘനത്തിന് നടപടിയെടുത്തു. പിന്നീട് ഇതിൽ എമ്മതിയിൽ തീർത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് മറക്കരുത്. അങ്ങനെ ചാനൽ ചർച്ചയിൽ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല സാർ. അങ്ങനെ വല്ലതും പറഞ്ഞാൽ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണം സാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞത് ശരിയാണോ എന്ന് അങ്ങൊന്ന് ചിന്തിച്ചാൽ മതി. അതൊരു അപേക്ഷയാണ്. ഇതിനിടെ നമ്മുടെ 2 മന്ത്രിമാര് P. രാജീവും MP. രാജേഷും നിയമസഭയിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ന്യായീകരിക്കുക എന്ന കാര്യത്തിൽ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാ ഈ 2 പേര്. ആദ്യം അത് രാജീവായിരുന്നു, രാജീവിന്റെ കുത്തകയായിരുന്നു. പക്ഷെ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് MP. രാജേഷും കൂടെ വന്നതോടെ തമ്മിൽ മത്സരമായി. ഇന്നലെയും അത് കണ്ടു. ഇന്നലെ സ്പീക്കർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞൊരു വിഷയം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വധഭീഷണിയുമായി ബന്ധപ്പെട്ടത്. പിന്നീട് സംസാരിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ നമ്മുടെ P. രാജീവ് എടുത്തങ്ങ് പ്രയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ സ്പീക്കർക്ക് ഒരു മനസ്താപം ഉണ്ടായില്ല. രക്തത്തെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ. അദ്ദേഹത്തിന് നിർബാധം സംസാരിക്കാൻ പറ്റി. ഇത്ര ദിവസം മുമ്പ് നടന്നതല്ലേ, ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണോ ഈ പ്രമേയം കൊണ്ടുവരുന്നത്? പ്രിയപ്പെട്ട മന്ത്രി സാർ, അങ്ങനൊന്നും ഒരു നിയമവും ചട്ടമൊന്നുമില്ല സാറേ. നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസത്തിനകം അല്ലെ പിറ്റേന്ന് തന്നെ അത് നോട്ടീസായിട്ട് വന്നോളണം, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കരുത്, മനസ്സിലായില്ലേ? അങ്ങ് ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഉപമ, അത് വലിയ ഉൽപ്രേക്ഷയാണ്. വ്യാകരണം വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് സംശയം. സഭയിൽ ഉന്നയിക്കുന്നത് കേട്ടു. തന്നെ നിയമസഭയിൽ ന്യായീകരിക്കാൻ കോൺഗ്രസുകാരും തയ്യാറാകാത്തത് കൊണ്ട് AK ആന്റണിക്ക് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നതുപോലെ രാഹുൽ ഗാന്ധിയും വല്ല പത്രസമ്മേളനവും നടത്തിക്കളയുമോ എന്ന് പേടിച്ചാ കോൺഗ്രസുകാർ ഇത് കൊണ്ടുവന്നതെന്ന്. ഇതായിരുന്നു കോട്ട് ഓഫ് ദ ഡേ കേട്ടോ. രാജീവ് മന്ത്രിയുടെ ഈ ഒരു ഉപമ എന്തൊരു ഭാവനയാണ്, എന്തൊരു പ്രയോഗമാണ്, എന്തൊരു പ്രത്യുൽപ്പന്നമതിത്വമാണ്, എന്തൊരു ക്ഷണബുദ്ധിയാണ്, മനോധർമ്മമാണ്. പുറത്തൊരു പത്രസമ്മേളനത്തിൽ ഈ വിഷയം എടുത്തിട്ട് MP. രാജീവിന്റെ കട്ടയ്ക്ക് നിന്ന് കേട്ടോ. ഇവ രണ്ടുപേരും മത്സരത്തില് സമാസമം നിൽക്കുകയാണ്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചൊരു നിലപാടെടുത്തതാ. അത് കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിയായിരുന്നു. അതുപോലെ ഒരു സമീപനം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വധശ്രമം സംബന്ധിച്ച പ്രമേയത്തിന്റെ കാര്യത്തിലും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ വിഷയം വന്നപ്പോൾ CPM-ന്റെ തനി ഗുണം പ്രദർശിപ്പിച്ചു. അത് അങ്ങേയറ്റം അല്പത്തരമായിപ്പോയി. CPM-നോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ചില വിഷയങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഇത്ര ചെറുതായി പോകരുത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ചെറുതാക്കരുത്. പക്ഷേ ഇന്നലെ നടന്നത് ചെയ്തത് വലിയ അല്പത്തരമായി പോയി സഖാക്കളെ.